നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കൻ ചുക്കയാണ്. വളരെ സിമ്പിളായ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്രേവിയോട് കൂടിയ പെപ്പർ ചിക്കൻ ചുക്ക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചിക്കൻ പെപ്പർ ചുക്ക ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു അരപ്പ് ഉണ്ടാക്കണം. അതിന് നമുക്ക് വേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ പെരുംജീരകം, ഒരു 7 വലിയ വെളുത്തുള്ളി, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, 2 പച്ചമുളക് ഇടുന്നുണ്ട്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തതാണ്, കൂടാതെ കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. കളറൊക്കെ ഇപ്പം മാറി. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വലിയുള്ളി തന്നെയാണ്, നമ്മുടെ സവാള തന്നെയാണ്. കാരണം വെച്ചാൽ ചിക്കനൊക്കെ സവാള തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ഇതിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം പോയിക്കോട്ടെ. നമുക്കിതിലേക്ക് 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. തൽക്കാലം കുറച്ചേ ഇടുന്നുള്ളൂ, നോക്കിയിട്ട് പിന്നീട് ഇടാം. ഒന്നുകൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ നമുക്കത് കുക്ക് ചെയ്തെടുക്കണം. 1/2 കിലോ ചിക്കൻ ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ്. വെള്ളം ഒഴിക്കണ്ട, ഈ ചിക്കനിൽ തന്നെ വെള്ളം വരും. നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് വേവട്ടെ. നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റോളം നമ്മൾ വേവിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു അരപ്പ് മസാല തയ്യാറാക്കിയിരുന്നില്ലേ, അരച്ച് വെച്ചിരുന്നില്ലേ, അത് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് വേവിക്കണം. അടിക്ക് പിടിക്കാതെ നോക്കണേ. ഇതിപ്പം നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കറിവേപ്പില. കറിവേപ്പിലയുടെ ആ സ്മെല്ല് നല്ല ടേസ്റ്റ് കിട്ടും. ചെറിയ ഫ്ലെയിമിലാണുള്ളത്, ഏറ്റവും ലോലാണ് ഉള്ളത്. അടിക്ക് പിടിക്കാതെ സൂക്ഷിക്കണം. ഇങ്ങനെ വരട്ടിയെടുക്കണം. കുറച്ച് ഗ്രേവി ഞാനിന്ന് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് നമുക്ക് ഡ്രൈ ആയിട്ടും എടുക്കാം, കുറച്ച് ഗ്രേവി ഈ ഒരു ടൈപ്പിൽ നമുക്ക് ചെയ്യാം.
കുറച്ചും കൂടി നമുക്ക് വറ്റിച്ചെടുക്കാം. പൊറോട്ടയൊക്കെ ഇച്ചിരി ഗ്രേവി വേണമല്ലോ. ഈ ഒരു ഗ്രേവി നമുക്ക് വേണം. ഓക്കെ, നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ഒരു 1/2 പീസ് ചെറുനാരങ്ങ, അതിൻ്റെ നീര് നമുക്കൊന്ന് ചേർക്കാം. കൂടാതെ കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇടുന്നുണ്ട്. മല്ലിയില വേണ്ടാത്തവർ ഇടണ്ട, ആ കറിവേപ്പില മാത്രം മതിയാവും. നമ്മുടെ പെപ്പർ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. അടിപൊളി സാധനമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വെറൈറ്റി ഐറ്റമാണ്, അടിപൊളിയല്ലേ? അടിപൊളി പെപ്പർ ചിക്കൻ ചുക്ക ഈസി ആയിട്ട് ഉണ്ടാക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. കൂടുതൽ വെറൈറ്റി ഐറ്റംസുമായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.